നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പല കാരണങ്ങൾ കൊണ്ടും ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. സ്വന്തം പ്രവൃത്തിയാലും അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്നവരുടെ പ്രവൃത്തിയാൽ പോലും ഭാഗ്യാനുഭവങ്ങൾ ഒരു വ്യക്തിയിലേക്ക് കടന്ന് വരാവുന്നതാണ്. എന്നാൽ ഇത്തരത്തിൽ ജീവിതത്തിൽ പല സമയങ്ങളിൽ കടന്ന് വന്നിട്ടുള്ളതായ അവസരങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല അനുകൂല സാഹചര്യങ്ങളും സൗഭാഗ്യദായകമായ സാഹചര്യങ്ങൾ പോലും മറ്റു പലരും നേടിയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് ലഭിച്ചിട്ടില്ല, പൂർണ്ണതോതിൽ ലഭിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് വീണ്ടും ഒരു അവസരം, അനുകൂലമായ സാഹചര്യങ്ങൾ അനുഗ്രഹത്താൽ വന്ന് ചേരുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത് അനിവാര്യം തന്നെയാണ്. ഇവിടെ തൊടുകുറി ശാസ്ത്രപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങൾ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തൊടുകുറി സത്യമുള്ള ശാസ്ത്രം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ 70% അല്ലെങ്കിൽ ഒരു 80% കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്ന സാഹചര്യങ്ങളായിരിക്കും വന്നു ചേരുക. വരും ദിവസങ്ങളിൽ അത് നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളായ ജീവിതത്തിൽ വന്നു ചേരാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പല സമയങ്ങളിലും സഹായിച്ചിട്ടുള്ള ആ ശക്തിയുടെ നാമം മനസ്സിൽ ഒരു സമയം നിങ്ങൾ സ്മരിക്കേണ്ടതാണ്. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങൾ സ്മരിക്കണം. നിങ്ങളുടെ ജീവിതത്തിലെ അവസരങ്ങൾ, നഷ്ടപ്പെട്ടു പോയതായ അവസരങ്ങൾ, അതിന് തുല്യമായ അവസരങ്ങൾ തിരികെ വരണം എന്നും അത് കൃത്യമായി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏവരും പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ചിത്രം ഏതോ ആ ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ തന്നിരിക്കുന്നത് വെറ്റിലയും അടക്കയുമാണ്. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങൾ വിശ്വസിച്ച അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളതായ ആ ശക്തിയുടെ നാമം കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. തൊടുകുറി ഗണിത പ്രകാരം നോക്കുമ്പോൾ ആദ്യത്തെ ചിത്രമായ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാണ്. ധനപരമായ പ്രയാസങ്ങൾ അനുഭവിച്ച് പോരുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിലൊരു മാറ്റമുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഒരു പരിധിവരെയെങ്കിലും നിങ്ങളുടെ ധനപരമായ പ്രയാസങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉയർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കും. നെഗറ്റീവായ കാര്യങ്ങളെ അകറ്റി വരും ദിവസങ്ങളിൽ തന്നെ ഉയരുവാനുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി കടന്നു വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം ദൈവം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്നതായ ചില വഴികളാകാം നിങ്ങൾക്ക് മുൻപിൽ തുറക്കുക. അതായത് തടസ്സങ്ങളാൽ
നിങ്ങൾക്ക് വഴിമുട്ടിയിരിക്കുന്ന ഒരു കാര്യമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉയർച്ച ലഭ്യമാകാം. അതിനുള്ള സഹായകരമായ വഴിയാകാം നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ഈശ്വരൻ നിങ്ങൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾക്ക് നൽകുന്നതായ വരമായി പോലും നിങ്ങൾക്കത് അനുഭവപ്പെടാവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ എടുക്കുവാൻ പോലും സാധിച്ചു എന്ന് വരാം. അത്രമേൽ ആവശ്യമുള്ള കാര്യമായിരിക്കാം നിങ്ങളിലേക്ക് വന്നു ചേരുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ കൈവെള്ളയിൽ ആ കാര്യം ഭഗവാൻ വച്ചു തരും എന്നതാണ് വാസ്തവം. ചില അവസരങ്ങളിൽ നിങ്ങൾക്കത് ഒറ്റയ്ക്ക് സാധിക്കണം എന്നില്ല. മറ്റൊരു വ്യക്തിയുടെ സഹായത്താലാകാം ആ സഹായം, ആ കാര്യം നിങ്ങളിലേക്ക് കടന്നു വരിക. അതിനാൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു അനുഭവം പ്രകടമാകാം, അതല്ല എങ്കിൽ മറ്റൊരു സഹായിയുടെയോ വ്യക്തിയുടെയോ രൂപത്തിൽ ആ ഒരു സാഹചര്യം, ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങളുടെ കൺമുൻപിൽ എത്തുന്നതായ സാഹചര്യം രൂപപ്പെടാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്കത് ദൈവത്തിന്റെ ഒരു സാമീപ്യമായി തന്നെ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ സാമീപ്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ചെറിയൊരു സഹായം പോലും മറ്റൊരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് ക്രമേണ അല്ലെങ്കിൽ താരതമ്യേന വളരെ ചെറിയ ഒരു സഹായമാകാം. എന്നാൽ ആ സഹായം നിങ്ങൾക്ക് ആ സമയം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ വലുതും ചെറുതുമായ സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ അതൊരു ധനപരമായ സഹായമാകാം, അല്ലെങ്കിൽ ഒരു ഫോൺ കോളുമായി ബന്ധപ്പെട്ട്, ഒരു ഫോൺ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട സഹായമാകാം. അത്തരത്തിൽ ചെറുതോ വലുതോ ആയ സഹായം ഈ സമയം നിങ്ങൾക്ക് വിലമതിക്കാൻ ആകാത്തതായി മാറാം. അത്രയും അനുകൂലമായ ചില കാര്യങ്ങൾ, അതായത് ചെറുതോ, അതായത് ആ സമയം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതായ സഹായങ്ങൾ ചെയ്ത് കിട്ടുവാൻ പല വ്യക്തികളും നിങ്ങളെ സഹായിച്ചു എന്ന് വരാം. പലരും മുന്നോട്ട് വരുന്നതായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാം. ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യം കാണുവാനായി സാധിക്കുന്നു. മുൻപോ അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കേണ്ടതായ പ്രതിഫലമാണ് എങ്കിലും അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. പണത്തിന്റെ രൂപത്തിലോ മറ്റ് സഹായമായോ നിങ്ങളുടെ കൈവശം വന്നു ചേരാം. അതിനാൽ ഈ സമയം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. അവസരമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകുക. അത് കൃത്യമായി വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യം, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ അത് ശാരീരികമാകാം, മാനസികമാകാം. എന്നാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹത്താൽ വരും ദിവസങ്ങളിൽ തന്നെ അത്തരം ചില കാര്യങ്ങൾ കുറേശ്ശെ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഇതുണ്ടാകുവാനുള്ള കാരണം തന്നെ ധനപരമായ പ്രയാസങ്ങളാകാം, അത്തരം ചിന്തകളാകാം. അതിനാൽ ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകുന്നതിലൂടെ ഇത്തരം ചിന്തകൾ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം യാത്രകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ, ഇതുകൊണ്ട് ഭാഗ്യം കടന്നു വരാവുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. ഈ സമയം ചില യാത്രകൾ, അത് ദീർഘദൂര യാത്രകൾ പോലും കടന്ന് വരാവുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഭാഗ്യമായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക. പലതും നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പോസിറ്റീവായ മാറ്റങ്ങൾ കടന്നു വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ ന്യൂനതയായിട്ടുള്ളത് അല്ലെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടതായ കാര്യങ്ങൾ,
അത് പരിഹരിക്കുന്നതിനുള്ള വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട്. കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും പ്രശ്ന പരിഹാരങ്ങൾ കണ്ടെത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ വഴക്ക് പോലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് നീങ്ങേണ്ടതായ സാഹചര്യമുണ്ട്. നല്ല ചിന്തകൾ തന്നെയാണ് മനസ്സിൽ വരിക. പരാജയ ഭീതികൾ നിങ്ങളിൽ നിന്നും അകലുകയും നെഗറ്റീവായ കാര്യങ്ങളെ നിങ്ങൾക്ക് അകറ്റി നിർത്തുവാനും സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് സമ്പൂർണമായ വിജയങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കടന്നു വരാവുന്നതാണ്. ഇത്രയും ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുന്നത് പോലും നിങ്ങൾക്ക് തൊടുകുറി വെച്ച് നോക്കുമ്പോൾ തൊടുകുറി ഫലം അഥവാ തൊടുകുറി ഗണത്താൽ ഇത് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഭാഗ്യാനുഭവങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് സംശയങ്ങൾ ഒഴിവാക്കി ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ചുറുചുറുക്കോടെ തന്നെ മുന്നോട്ട് പോകുവാനും കാര്യങ്ങൾ കൃത്യമായി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരാം. ഒന്നാമത്തെ ചിത്രങ്ങൾ. രണ്ടാമത്തെ ചിത്രമായ അടക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. അഥവാ തൊടുകുറി ഫലം ഇപ്രകാരമാണ് പരാമർശിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഈ സമയം ചില കാര്യങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിച്ച ഉയർച്ചയോ അല്ലെങ്കിൽ പല കാര്യങ്ങളും തടസ്സപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾക്ക് കണ്ണേറ് ദൃഷ്ടിദോഷങ്ങൾ ജീവിതത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്നും അത് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യങ്ങൾ ആഗതമാകുന്നു എന്ന സൂചനയാണ്. നിങ്ങൾക്ക് പലപ്പോഴും ഉയർച്ചയോ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ ധനപരമായ ചില നേട്ടങ്ങൾ കടന്നു വരുമ്പോൾ ചില വ്യക്തികൾക്ക് നിങ്ങളോട് വളരെയധികം അസൂയ തോന്നുന്നതായ സാഹചര്യമുണ്ട്. അത് നിങ്ങളുടെ ഉയർച്ചയെ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശത്രുദോഷമായും കുടുംബ കലഹവുമായും എല്ലാം അത് മാറുന്നതായ സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ഇടം വലം തിരിയുവാൻ സാധിക്കാത്ത വിധം പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അതിൻ്റെ ഫലമായി വന്നു ചേരാം. ഇത്തരം കാര്യങ്ങൾ കുറച്ച് മാസങ്ങളോ ദിവസങ്ങളോ ആയി നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമായി കൊണ്ടേ ഇരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. എപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത് എന്നതുപോലും നിങ്ങൾക്ക് അറിയാത്തതായ സാഹചര്യം. എന്നാൽ അതിനെല്ലാം ഒരു വിരാമമാകുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. ഈ സമയം നിങ്ങളിലേക്ക് തീർച്ചയായും ചില കാര്യങ്ങൾ പ്രധാനമായും സംഭവിക്കും. എന്നാൽ വളരെയധികം കടബാധ്യതകളോ അത്തരം ചില സാമ്പത്തിക പ്രയാസങ്ങളോ അനുഭവിച്ച് പോരുന്നവരാണ് എന്ന് കാണുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ്. പലപ്പോഴും തർക്കങ്ങൾ അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാവുകയും എന്നാൽ ഇതിന്റെ കാരണം പിന്നീട് ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് പോലും അത്ഭുതം തോന്നാവുന്ന ചെറിയ കാര്യങ്ങളാകാം, എന്നാൽ വലിയ തർക്കങ്ങളായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ ഇതെല്ലാം മാറാവുന്ന സാഹചര്യം, അതായത് വഴക്കുകൾ, ധനപരമായ പ്രയാസങ്ങൾ അകന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വന്നു ചേരുകയും സ്വസ്ഥതയോ ഐക്യമോ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാവുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നതാണ് വാസ്തവം.
എന്നാൽ പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് മുൻപേ ലഭിക്കേണ്ടതാണ്. എന്നാൽ ഈ ദോഷങ്ങളുടെ ഫലമായി തടസ്സപ്പെട്ടിരിക്കുന്ന ആഗ്രഹ സാഫല്യമോ അല്ലെങ്കിൽ മറ്റ് അനുകൂലമായ കാര്യങ്ങളോ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സാഹചര്യം വന്ന് ചേരാൻ സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. മനസ്സ് ആകെ കലുഷിതമായിരുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. അതിനാൽ ഭാഗ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും കൊണ്ടുവരുവാനോ അനുഭവവേദ്യമാകുവാനോ സാധിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അനുകൂലമാകാവുന്ന സാഹചര്യങ്ങൾ ഉണ്ട്. ഈ സമയം ആഗ്രഹ സാഫല്യം മാത്രമല്ല, മനസ്സിനെ അലട്ടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും നിങ്ങൾക്ക് ലഭിക്കാം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയെ നിങ്ങൾ ഈ സമയം മനസ്സുരുകി പ്രാർത്ഥിക്കേണ്ടതാണ്. കാരണം നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് ഫലിച്ചിട്ടുള്ളത്. അത് നിലനിന്ന് പോരുവാൻ നിങ്ങൾ തീർച്ചയായും ഈ സമയം ആ ശക്തിയെ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ്. അത്തരമൊരു അവസരം തന്നെയാണ് വന്ന് ചേരുവാനുള്ളത്. പുതിയ ബന്ധങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യത തുലോം കൂടുതലാണ്. പ്രത്യേകമായും അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുതിയ ബന്ധങ്ങൾ അത് കൂടുതലായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഗുണകരമായി ഭവിക്കുകയും അത് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പുതിയ സുഹൃത്ത് ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലമായി തീരാം. അല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധം, ബിസിനസ്സിലെ സഹപങ്കാളി, അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഗുണകരമായി തീരാം. ഈ സമയം ഒരു പുരോഗതിക്കുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നതായി കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഈ സമയം നിങ്ങളോട് പറയേണ്ട പ്രധാനപ്പെട്ടതായ മറ്റൊരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വ്യക്തിയുമായി ബന്ധപ്പെട്ടാണോ നിങ്ങൾക്ക് ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വ്യക്തികളെ പലപ്പോഴും തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നത് വിഷമകരമായ ഒരു സാഹചര്യം തന്നെയാണ്. അതിലൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ അധികം വൈകാതെ തന്നെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആരാണ് നിങ്ങളെ ചതിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുന്നത് ആരാണോ, അവരുടെ കള്ളത്തരങ്ങൾ നിങ്ങളുടെ മുൻപിൽ പൊളിഞ്ഞു വീഴുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അതോടുകൂടി ആ വ്യക്തികൾക്ക് തീർച്ചയായും നാശമോ അല്ലെങ്കിൽ കൂടുതൽ ഉയർച്ച ലഭിക്കുവാനുള്ള സാധ്യതകളോ കുറവായിരിക്കും. അത് ചതിയിൽ നിന്നും നിങ്ങൾക്ക് അത്ഭുതകരമായ രക്ഷ ലഭിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. വിശ്വാസ വഞ്ചന സാധ്യതയുള്ള വ്യക്തികളെ കണ്ണടച്ച് വിശ്വസിക്കാതെ അവരുമായി ഇടപഴകുന്ന സമയങ്ങൾ കുറയ്ക്കുവാനും ആ വ്യക്തികളെ കൂടുതലായി നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്ന് തന്നെയാണ് തൊടുകുറിഗണിത പ്രകാരം പരാമർശിക്കുവാൻ സാധിക്കുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയെ നിങ്ങൾ പ്രാർത്ഥിച്ച് ആ ക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ആ ഭാഗ്യാനുഭവങ്ങളെ തടസ്സങ്ങൾ കൂടാതെ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചത് പോലും നിങ്ങളുടെ ഭാഗ്യമാണ് എന്ന് കൂടി അറിയുക.